പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഒട്ടും എണ്ണ ചേർക്കാതെ ഫുഡുകൾ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് കിച്ചണിൽ ഒരുപാട് സമയം ലാഭിക്കാനൊക്കെ ആയിട്ട് എയർ ഫ്രയർ കൊണ്ടുള്ള നല്ല എളുപ്പത്തിലുള്ള കുറച്ച് ഉപയോഗങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എയർ ഫ്രയർ ഉണ്ടായിട്ടും ഉപയോഗിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവല്ലോ, അവർക്കൊക്കെ ഈ വീഡിയോ നല്ല ഉപകാരപ്പെടും കേട്ടോ. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇത് സാമ്പാറിലേക്കുള്ള തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും എണ്ണ ചേർക്കാതെ നല്ല എളുപ്പത്തിൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ എയർ ഫ്രയറിൽ ഉപയോഗിക്കുന്ന ഈ സിലിക്കോണിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സിലിക്കോണിൻ്റെ പാത്രം എയർ ഫ്രയറിൻ്റെ ആ ഒരു ബാസ്ക്കറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തേങ്ങ വറുത്തെടുക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ. ഒട്ടും എണ്ണ ഒന്നും ചേർക്കുകയും വേണ്ട. അപ്പോൾ ഞാനിതാ തേങ്ങയൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു ബാസ്ക്കറ്റ് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 140 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ് ആദ്യം നമുക്കിത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് എയർ ഫ്രയറിൽ സെറ്റ് ചെയ്ത് വെച്ച് ആ ഒരു സമയം കഴിയുമ്പോൾ ഒരു ബെല്ലടി കിട്ടോ. അപ്പോൾ നമ്മളിതിൽ ഓരോ ഫുഡും വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ മറന്നു പോകുന്ന ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ ഒരു ബെല്ലടി കേൾക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ തേങ്ങ വറുത്തെടുക്കാനായിട്ട് ആദ്യം ഒരു 5 മിനിറ്റാണല്ലോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ബെല്ലടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ തുറന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ചെറുതായിട്ടൊക്കെ തേങ്ങ ഒന്ന് വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കാനായിട്ട് മൊത്തം 15 മിനിറ്റാണ് വേണ്ടത്. അപ്പോൾ ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും നമ്മളിതൊന്ന് തുറന്നതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കും. അപ്പോഴാണ് നമുക്കിത് തേങ്ങയുടെ എല്ലാ ഭാഗവും ഒരുപോലെ വറവായിട്ട് മൊരിഞ്ഞ് വരുള്ളൂ. 140 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു സെറ്റ് ചെയ്ത് വെച്ച സമയം കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് പുറത്തേക്ക് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ആദ്യത്തേനേക്കാളും കുറച്ചുകൂടെ ഒന്ന് വറവായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. വീണ്ടും നമുക്കിത് തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് തന്നെ തേങ്ങ വറവായി കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇത് സാമ്പാറിലേക്കാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ഇനിയിപ്പോൾ വറുത്തരച്ച് വെക്കുന്ന ഏതൊരു കറിക്കാണെങ്കിലും ജീരകം, ചെറിയുള്ളി അതൊക്കെ ചേർത്തൊക്കെ അരച്ച് വെക്കുന്ന കറി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങയോടൊപ്പം തന്നെ നമുക്ക് അതും വറവായി കിട്ടുന്നതാണ്. ഞാനിപ്പോൾ സാമ്പാറിലേക്ക് ആയതുകൊണ്ട് അതൊന്നും ചേർക്കുന്നില്ല, തേങ്ങ മാത്രമായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് തേങ്ങ വറുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. സമയമുള്ളപ്പം ഇതുപോലെ കുറച്ചധികം തേങ്ങ വറുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വറുത്തരച്ച കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഫുള്ളായിട്ടും വറവായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടെയൊക്കെ മൊരിഞ്ഞിട്ടാണ് വേണമെന്നുള്ളതെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇത്രയും മതി. ഞാനിപ്പോൾ ഇത് സാമ്പാറിലേക്കാണ് വറുത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഈ ട്രേയിൽ നിന്ന് എടുത്ത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ഒട്ടും എണ്ണ ചേർക്കാതെ തന്നെ നമുക്ക് തേങ്ങ നല്ല പോലെ തന്നെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പാത്രം കഴുകിയെടുക്കുന്ന ആ ഒരു സമയവും നമുക്ക് ലാഭിക്കാം. ഇതിപ്പോൾ കഴുകണമെന്നൊന്നുമില്ല, ഒന്ന് തുടച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ മറ്റേതെങ്കിലും റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ എയർ ഫ്രയറിൽ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ വെച്ചിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ അടുപ്പിലും ഗ്യാസ് അടുപ്പിലൊക്കെ വെച്ച് വറുത്തെടുത്ത് സാമ്പാർ ഉണ്ടാക്കുന്ന ആ ഒരു സാമ്പാറിൻ്റെ അതേ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് എയർ ഫ്രയറിൽ പഴം ഒന്ന് എങ്ങനെ പുഴുങ്ങിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു 3 പഴമാണ് ഇപ്പോൾ പുഴുങ്ങിയെടുക്കുന്നത്. പഴം പുഴുങ്ങിയെടുക്കാൻ നമ്മൾ നേരിട്ട് തന്നെ ഈ ഒരു എയർ ഫ്രയറിൻ്റെ ആ ഒരു ഗ്രില്ലിലോട്ട് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ വേറെ അഴുക്കും കാര്യങ്ങളൊന്നും ആവാനൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ നേരിട്ട് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിത് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 190 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ബെല്ലടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത് കണ്ടില്ലേ, നമ്മുടെ പഴമൊക്കെ പാകത്തിനുള്ള ഒരു വേവായി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അത് കണ്ടില്ലേ എത്രത്തോളം പെർഫെക്റ്റ് ആയി എന്നുള്ളത്. പഴത്തിൻ്റെ ആ ഒരു തൊലിക കളഞ്ഞതിന് ശേഷം ഞാനിതാ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എയർ ഫ്രയറിൽ എണ്ണയില്ലാതെ വറുക്കാനും പൊരിക്കാനൊക്കെയാണ് കൂടുതലും ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷേ ഇതുപോലെ പഴം അതുപോലെ തന്നെ മുട്ട ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ പുഴുങ്ങി കിട്ടും കേട്ടോ. ഇനി ഇതാ മുട്ട എങ്ങനെ എയർ ഫ്രയറിൽ എളുപ്പത്തിൽ പുഴുങ്ങിയെടുക്കാം എന്നുള്ളത് കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഞാനിതാ അപ്പോൾ പുഴുങ്ങാനായിട്ടൊരു 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ടയും ഞാൻ ഗ്രില്ലിലോട്ട് നേരിട്ട് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പൊട്ടിപ്പോകുന്ന ആ ഒരു പ്രശ്നമൊന്നും വരില്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചൊക്കെ പൊട്ടിപ്പോയിട്ടുള്ള മുട്ടയാണെങ്കിലും നമുക്കിത് നല്ലപോലെ തന്നെ പുഴുങ്ങി കിട്ടും. അപ്പോൾ കോഴിമുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ലോ ഡിഗ്രിയിൽ വെച്ച് മാത്രമേ പുഴുങ്ങിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ 120 ഡിഗ്രിയിലാണ് കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് സമയം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കോഴിമുട്ടയും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുണ്ടാവട്ടെ, അപ്പോൾ കൈ കൊണ്ടൊക്കെ തൊടുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി പുഴുങ്ങിയ ഈ കോഴിമുട്ട നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഈ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് തൊലി കളഞ്ഞ് ഉപയോഗിക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ കുറച്ചൊക്കെ പൊട്ടിപ്പോയിട്ടുള്ള കോഴിമുട്ടയാണെങ്കിൽ നമ്മൾ അടുപ്പിലൊക്കെ വെച്ച് പുഴുങ്ങിയെടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് പൊട്ടി ഒട്ടും കഴിക്കാൻ പറ്റാത്തൊരു പരുവത്തിലായി പോകുമല്ലോ. പക്ഷേ ഇത് ആ ഒരു പ്രശ്നമൊന്നും വരില്ല. പൊട്ടിയ മുട്ടയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പുഴുങ്ങി കിട്ടുന്നതാണ്. അപ്പം എയർ ഫ്രയറിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ള കൂടുതൽ റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.